ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു കാസലുണ്ട്, ഡൺസ്റ്റർ കാസൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കാണാം. നമ്മുടെ ഈ ഡൺസ്റ്റർ കാസൽ ഉണ്ടല്ലോ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചപ്പോൾ 11th സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ 11th സെഞ്ച്വറി നോക്കുമ്പോൾ ഇപ്പോൾ 21st സെഞ്ച്വറി അല്ലെങ്കിൽ 20th സെഞ്ച്വറി. അപ്പോൾ ഇത്രയധികം കൊല്ലം പഴക്കമുള്ളതാണ്. ഏകദേശം ഒരു 1000-1100 വർഷം ഒക്കെ പഴക്കമുള്ള ഒരു കാസലാണ്. അവിടേക്കാണ് നമ്മൾ പോണേ. പിന്നെ ഈ കാസൽ ഇരിക്കേണ്ടത് എവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹിൽ ഏരിയയിലാണ്, ടോപ്പ് ഓഫ് ദി ഹില്ലാണ്. നല്ലൊരു ഹില്ലിൻ്റെ മുകളിലാണ് ഈ സാധനം നമ്മൾ ഈ കാസൽ ഇവർ ഈ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇവിടുന്ന് ഒരു 17 മൈൽസാണ് കാണിക്കുന്നത് അങ്ങോട്ടേക്കുള്ള ദൂരം. ഏകദേശം ഒരു 30-40 മിനിറ്റ് എടുക്കും അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു. ഗൈസ്, അവിടെ നോക്കി അറ്റത്ത് മറ്റേ നമ്മുടെ പഴയ പൊക്ക ട്രെയിൻ പോണം, കൽക്കരി ട്രെയിൻ പോലത്തെ. എന്ത് രസം അത് കാണാൻ, അടിപൊളി. അയ്യോടാ, കാണാല്ലേ പോയി. ഗൈസ്, നമുക്ക് ഭാഗ്യം ഇതിന്റെ മുകളിൽ, ഈ പാലത്തിന് മുകളിൽ പോകണം കാണാട്ടാ. ഭാഗ്യം വേണം, പക്ഷെ ഭാഗ്യമില്ലേ ഗൈസ്. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ വെയിൽ പോകാമെന്നറിയില്ല. നമ്മളിപ്പോൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്, നോക്കാം. അപ്പോൾ നമ്മളിത് വെറും 6 മിനിറ്റ് കൊണ്ടുള്ളൂ. 2.1 മൈൽസാണ് നമുക്ക് പിന്നെ ഈ പോണ ഡെസ്റ്റിനേഷനുള്ള ദൂരം. അപ്പോൾ റോഡ് അത്യാവശ്യം നല്ല റോഡ്, നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ അപ്പോൾ അങ്ങനെ ചെറിയൊരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വില്ലേജ് 2 സൈഡിലും വീടുകൾ, നടുക്കിൽ റോഡ്, ഇങ്ങനെ നൈസായിട്ട് അടിപൊളിയായിട്ട് നല്ല കൂൾ വെതർ. വണ്ടികൾ അത്യാവശ്യത്തിന് വരുന്നുണ്ട്. നല്ല രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അറ്റത്ത് കാണുന്നത് കണ്ടോ, അറ്റത്ത് കാണുന്നുണ്ട, അതാണ് നമ്മൾ പോണ കാസൽ കേട്ടാ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയത്, ആ മലയുടെ മുകളിൽ നിൽക്കണേ കണ്ടോ. നമ്മളപ്പോൾ ഇങ്ങനെ ഡൺസ്റ്റർ വില്ലേജിലേക്ക് എത്തിയിട്ടാ. അത് അറ്റത്ത് കണ്ടോ നിങ്ങൾ, മുകളിൽ ആണെന്താണ് ഡൺസ്റ്റർ കാസൽ. ഇത് അതിൻ്റെ അടിയിലുള്ള വില്ലേജ്. നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്ത് സംഭവം ഇതെനിക്ക് അതല്ലേ. സോ അതേ നോക്കി ആ മുകളിൽ കണ്ട കേസിൽ, അതാണ് നമ്മൾ പോണ കേസിൽ. അതിൻ്റെ മുകളിൽ ബ്രിട്ടീഷ് പതാകയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളിത് ഡൺസ്റ്റർ കാസലിൻ്റെ എൻട്രൻസിലേക്ക് ഇതേ കിടക്കാനാട്ടാ. അത് നോക്കിയേ, അടിപൊളി വ്യൂ. എൻട്രൻസിലാണ് അടിപൊളി വ്യൂ. ഡൺസ്റ്റർ കാസൽ ആൻഡ് ഗാർഡൻസ്. യെസ്, നമ്മളിപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ ഈ ഡൺസ്റ്റർ കാസലിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മളിതേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇതേ കണ്ടോ, അവിടെ ആ മുകളിൽ കാണുന്നുണ്ട്, ആ മുകളിൽ കാണുന്നതാണ് കാസൽ. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്കിനി അങ്ങോട്ട് നടന്നു പോകണം, ടിക്കറ്റ് എടുക്കണമെന്നുണ്ട്. ഇവിടെ നോക്കിയാൽ എന്ത് അടിപൊളി ലോൺ ഏരിയ നോക്കിയേ. അവിടെ കുറച്ച് ബെഞ്ചും ഇട്ടിട്ട് ഫുൾ ഗ്രീൻ. ഒരു രക്ഷയില്ല കേട്ടോ. ഈ കളർ കാണുമ്പോൾ എന്തൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എന്താ രസം കാണാൻ, എന്ത് രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കാണാൻ. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒന്നും പറയില്ല. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചപ്പോ ചവറോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല. ഇങ്ങനെ തൊട്ട് അറ്റം വരെ നോക്കിയാലും കാണില്ലേ, അതേപോലെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കാസലിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എവിടേക്കൊക്കെ പോകണം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാപ്പ്, കാസലിലേക്കുള്ള മാപ്പ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഫുൾ മാപ്പ് അവർ നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളും നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അടിപൊളിയല്ലേ? അത് നല്ല രീതിക്ക് ഒരു ഗ്രാഫിക്കലി നല്ല കാര്യമായിട്ട് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത്. യെസ്, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് നടക്കാം. അപ്പോൾ നമ്മളിത്
കാസിലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഹില്ലിൻ്റെ ഒരു മലയുടെ മുകളിലാണ് ഈ കാസിൽ വരുന്നത്. അപ്പോൾ കുറച്ച് നല്ല രീതിക്ക് കയറ്റുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും. Get through. It's a bit cobbly, so what I would do is, this is the path you're going to go up. Come back down here and you'll see a little arch. Have a look, see if you think that it'll go through. If it won't, you need to go round that way. Okay. Yeah, that's fair enough. Yeah. So just up through here. സോ നമ്മുടെ സായിപ്പ് ഏറ്റവും പോകാൻ പറ്റുന്ന ബെസ്റ്റ് വഴി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഏതോടെ പോകണമെന്നുള്ളത് പറഞ്ഞു തന്നാ. ആ പുള്ളിക്കാരൻ സെക്യൂരിറ്റി നമുക്ക് ഏതോട്ടൂടെ പോകേണ്ടതെന്ന് എക്സാക്ട്ലി പറഞ്ഞു തന്നു. ഏതോട്ടാണ് അടിപൊളി എന്നുള്ള കാര്യം ആൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഈ കാസിലെ ചുറ്റുള്ള ഈ ഗാർഡനിൻ്റെയൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് രണ്ട് സൈഡിലും നല്ല ചെടികളും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയാക്കി അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് അവിടെ ഒരു വ്യൂ നോക്കിയേ, അറ്റത്ത് അവിടെ കണ്ട ആ പച്ചപ്പ് എന്താ രസമല്ലേ. അടിപൊളി ക്ലൈമറ്റും നല്ല അടിപൊളി പച്ചപ്പും ഒരു രക്ഷയില്ല. അതിപ്പോൾ നീ നല്ല ഇപ്പോഴത്തെ നല്ല അടിപൊളി വ്യൂ കിട്ടണ ഇത്തിരി ഹൈറ്റേക്ക് നമ്മൾ കയറിയിട്ടാ. എന്താ രസം അറ്റത്ത് ഇങ്ങനെ പച്ചപ്പ് കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികൾ പോണു. പിന്നെ അതേ അറ്റത്ത് കടൽ, നല്ല അടിപൊളി വ്യൂ. എന്താ രസമല്ലേ പൊളി. ഈ ഭാഗത്ത് നോക്കിയേ നല്ല അടിപൊളി പച്ചപ്പൊക്കെ ആയിട്ട്. ഞാൻ ചെറിയൊരു കഥയ്ക്കുണ്ട് കേട്ടാ, കുറച്ച് കയറ്റുണ്ട്. അപ്പോൾ ദേ അവിടെ കണ്ട അടിപൊളി വ്യൂ. ഇത് അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, നല്ല വ്യൂ അടിപൊളിയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ഗായ്സ്. നമ്മളിതേ കാസിലിൻ്റെ താഴേക്ക് എത്തിയിട്ടാ. ഇവിടെ ഒരു നല്ലൊരു ചെറിയൊരു പോണ്ടുണ്ട്. ഇത് കാസലിൻ്റെ ഗാർഡൻ. പിന്നെ അവിടെ ആ വിൻഡോൻ്റെ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. സോ ദേ ഇതാണ് നമ്മുടെ കാസിൽ. നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടിയിലെത്തിയിട്ടുണ്ട്. ദേ ഈ കാണുന്നത് എൻ്റെ ബാക്കിലാണ് ഞാൻ പറഞ്ഞ ഡൻസർ കാസിൽ. അപ്പോൾ നമ്മളിവിടെ നടന്നെത്തിയിട്ടുണ്ട്. യെസ്, ഈ വ്യൂ ഒന്ന് നോക്കിയേ. ഇതാണ് കാസിലിൽ നിന്നുള്ള വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ. ആ പച്ചപ്പും പിന്നെ ആ അറ്റത്തെ ആ സമുദ്രവും അതൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഈ കാസിൽ നല്ല വ്യൂ കിട്ടിട്ടാ. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടെ നിന്ന് 2 കപ്പിൾസ് നടന്നു വരണണ്ട. അയ്യടാ വയ്യാന്ന് തോന്നുന്നു നടക്കാനായിട്ട്. ആടിപ്പാടി കയ്യും പിടിച്ചൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ കാസിൻ്റെ ഉള്ളിൽ കയറാട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, ഇടനാഴിയുണ്ട്. അതിലൂടെയാണ് നമ്മൾ കാസിൻ്റെ ഉള്ളിൽ കയറണേ. എവിടേക്ക് പോണേ ദൈവമേ. ഇത് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ഇടനാഴിന്ന് വന്നതാണ്. ഇവിടെയൊക്കെ പണ്ട് ഇവർ ജീവിച്ചിരുന്ന സമയത്ത് കാലിച്ചിക്കല്ലേ. ഇതിൻ്റെ അടി കൂടെയൊക്കെ ഈ കേസിലുള്ള ആൾക്കാരുകളൊക്കെ നടന്നു പോയി, രാജാവ് രാജ്ഞിയൊക്കെ നടന്നു പോയിരുന്ന കാര്യാലോചിക്ക് ഈ ഇടവഴികളോടൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിതേ ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഈ കാസിലിൻ്റെ ഒരു മുറ്റം എന്ന് പറയില്ലേ, മുറ്റം, ആ മുറ്റത്തേക്കാണ് നമ്മൾ പ്രത്യേകിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ആ കാസിൽ. ഇതാണ് ഫ്രണ്ട് വശം എന്നുണ്ട് കാസിലിൻ്റെ. യെസ്, ഇതാണ് ആ കാസിലിൻ്റെ ഫ്രണ്ട് വശം. ഇത് കാസിലിൻ്റെ നടുമുറ്റം എന്ന് പറയും നമ്മൾ. അടിപൊളിയിലെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിത് ഈ കാസിലിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. അവിടെ നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇതാണ് ആ ഫസ്റ്റ് റൂം. ഫസ്റ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് റൂം. ഇതിന് നമ്മൾ പറയും ഡ്രോയിങ് റൂം എന്ന്. സോ നമുക്ക് അവരൊരു ബുക്ക് തന്നിട്ട്, ആ ബുക്ക് എവിടെയാണ്? യെസ്. സോ ചാപ്റ്റർ 1 സ്റ്റാർട്ടിങ് ഫ്രം ദ ഹിയർ, ദ ഡ്രോയിങ് റൂം 1936. സോ ഇതിൽ ഈ ഡ്രോയിങ് റൂമിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. ഇത് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടോ മാപ്പിൽ, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഡ്രോയിങ് റൂം. സോ ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം. ഇതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻസൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്തല്ലേ, അടിപൊളി. പെയിൻറ്റിങ്സ് ആയാലും എല്ലാം ആയാലും സൂപ്പറാണ് കേട്ടോ, അടിപൊളി. നോക്കിയാൽ ഡ്രോയിങ് റൂം ഒരു രക്ഷയില്ല. സോ ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഈ ഫോട്ടോ ഫ്രെയിംസുള്ള ആൾക്കാരാണ് ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെ പേര് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജോർജ് ഫോണസ് ലെറ്ററൽ, അങ്ങനെ കുറേ ജിയോഫ്രി ലെറ്ററൽ എന്നുമുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിൽ കാണുന്നതെല്ലാതും ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് കേട്ടോ പണ്ട് കാലത്ത്. ഇത് നോക്കിയേ, കണ്ടോ? സോ അപ്പോൾ ഇതിൽ ഈ ഡ്രോയിങ് റൂമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ്.
ഇതിൽ ആ ഡ്രോയിങ് റൂമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അടിപൊളിയാണ്. ഇതിൻ്റെ റൂഫിലത്തെ വർക്ക് ഉണ്ടോ, സീലിംഗ് വർക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത വർക്കുകളാണ് കേട്ടോ. അവരെന്ത് രസമായിട്ട് ചെയ്തേക്കണം, പണ്ട് കാലത്ത് അവർ ജീവിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം. അപ്പോൾ നമ്മളത് അവിടുന്ന് ഡ്രോയിങ് റൂമിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഡൈനിങ് റൂം. സോ ഡൈനിങ് റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ കണ്ട, ഇത് കാണുന്നതാണ് ഡൈനിങ് റൂം, ഈ കാസലിലെ ഡൈനിങ് റൂം. ഇവിടെ നല്ല ലൈവായിട്ട് തീയെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ചിമ്മിനി. പിന്നെ ഇവിടെ അവരൊക്കെ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന ആൾക്കാരുടെ കസേരകളും ഇതൊക്കെ. സോ ഇതാണ് നല്ല അടിപൊളി ഡൈനിങ് റൂം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡൈനിങ് റൂമുകളാണ്. ഇവിടെ ഒരു പിയാനോ ഇരിക്കുന്നുണ്ട്. അവരന്ന് കാലത്തെ Plethner piano dates from 1936. 1936 the piano and was once the property of the composer Vivian Ellis. So ഇത് 1936 ഉണ്ടായിരുന്ന നമ്മുടെ പിയാനോയാണത്. എന്താ രസമല്ലേ കാണാനായിട്ട്, രക്ഷയില്ലാതെ. ഇവിടെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നുണ്ട്, നല്ല അടിപൊളി ഒരു പ്ലേറ്റും പിന്നെ നല്ല അടിപൊളി ഡിസൈനായിട്ട് സൂപ്പർ സാധനം. അപ്പോൾ ഇവിടെ ഈ ഓരോ റൂമുകളില്ലേ, ഈ കൊട്ടാരത്തിലുള്ള ഓരോ റൂമുകളിലെ പഴയ ഫോട്ടോസും പിന്നെ ഇപ്പോൾ ഉള്ള ഫോട്ടോസും ഇതിൽ കാണിക്കുന്നുണ്ട്. പഴയ പോലെ എങ്ങനെയായിരുന്നു അന്ന് പണ്ട് കാലത്തുള്ള ഫോട്ടോയും ഇപ്പോൾ പുതിയ ഫോട്ടോസും കണ്ടോ മാറി വരുന്നുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. സോ ഇവിടെ മമ്മീൻ്റെ അടി നല്ല അടിപൊളി ഫോട്ടോ എടുക്കലാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ ഈ കൊട്ടാരത്തിലെ. സോ ആക്ച്വലി ഇത് ഇന്നർ ഹോളാണ്, ഡൈനിങ് ഹോൾ ഇതല്ല. ഡൈനിങ് ഹോൾ നമ്മൾ കണ്ടോ, ഇവിടെയാണ് ശരിക്കും ഡൈനിങ് ഹോൾ വരുന്നത് കണ്ടോ. ഓഹ് എന്താ ഒരു കോസി ഫീലിംഗ് അല്ലേ, ഒരു രക്ഷയില്ലാത്ത ഹാള്. എനിക്കിതിൻ്റെ സീലിംഗ് വർക്കാണ് ഏറ്റവും ഇഷ്ടമായത്. എന്ത് രസത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്ന സീലിംഗ് വർക്കൊക്കെ, അടിപൊളി. ഇവിടുത്തെ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ കണ്ടോ. സോ ഈ ഒരു ഡൈനിങ് ഹാൾ തന്നെ നമ്മുടെ ഒരു വീടിൻ്റെ വലിപ്പമുണ്ടാവും, അത്രയും വലിപ്പമുണ്ട്. അതേപോലെ വലിപ്പത്തിൽ ഈ ഡൈനിങ് ഹാൾ ഇവിടെ വെച്ചേക്കണം കണ്ടോ. എന്തായാലേ അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന കട്ട്ലറീസൊക്കെ, അവർ യൂസ് ചെയ്യുന്ന നൈഫ്, സ്പൂണ്, പ്ലേറ്റുകൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ രസം വ്യൂ നോക്കിയ ഡൈനിങ് റൂമിൽ നിന്നുള്ളത്, എന്ത് രസമാണ് കാണാൻ. ഇവിടെയൊക്കെ പറ്റിയ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന് നിന്ന് നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ നോക്കും. ആ അറ്റത്ത് അങ്ങ് ദൂരേക്ക് ഇത് അവിടെ കാണുന്നത് കടലാണ് കേട്ടോ. അറ്റത്ത് കാണണ്ടോ, അറ്റത്ത് കാണുന്നത് കടലാണേ. ഇപ്പം ഇവിടെ ഇങ്ങനെ രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന് നിൽക്കും. എന്ത് രസമല്ലേ, അടിപൊളി ഡൈനിങ് റൂം. ഇവിടെ നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു മഹാരാജാവ് വന്നിട്ട് ഫുഡ് കഴിച്ച പ്ലേറ്റും ആള് കഴിച്ച ഡിഷിൻ്റെ പേര് കണ്ട അവിടെ എഴുതിച്ചാൽ കണ്ട, ആള് കഴിച്ചതും പിന്നെ ഇതാളുടെ പേര് സവായ് മാൻസിംഗ് മഹാരാജ ഓഫ് ജയ്പൂർ. സോ ആളിരുന്ന കസേരയാണത്, ആളിവിടെ കണ്ടിരുന്ന് ഫുഡ് കഴിച്ചത്. ഇതേനാ ഡൈനിങ് റൂമിൽ നമ്മൾ ഇവിടേക്ക് ഉള്ളിലെത്തി. ഇവിടെ ചെറിയൊരു ടേബിളുണ്ട്, പിന്നെ ചെറിയൊരു വിൻഡോ അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് കിടക്കണം. അപ്പോൾ നമ്മളിത് ഡൈനിങ്ങിന് നേരെ ചെറിയൊരു വേറെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കിടക്കുന്നത് ഇവിടുത്തെ ബ്ലൂ കിച്ചൺ എന്ന് പറയും. ഇതാണ് ബ്ലൂ കിച്ചൺ. ഇത് കുറച്ചുകൂടി മോഡേൺ ആണല്ലോ. യെസ്, ഇതാണ് അതിൻ്റെ പഴയ ഫോട്ടോ എന്നുള്ളത്. ക്യുസീൻ മെഷീൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, പഴയ പണ്ടത്തെ ഇതായിരുന്നു ഇവിടുത്തെ ബ്ലൂ കിച്ചൺ. അന്ന് തന്നെ ഒരു മോഡേൺ കിച്ചണായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ കുറച്ചും കൂടി വിപുലീകരിച്ച് കുറച്ചും കൂടിയും സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊരു സ്പൂൺ കാണിക്കുന്നുണ്ട്. ഇത് കൺസർവേറ്റർ ദാറ്റ്സ് യു ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും. ഓക്കെ. സോ അപ്പോൾ ഇവിടെ ബ്ലൂ കിച്ചനെ പറ്റിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ ബ്ലൂ കിച്ചൺ 1962 എ ചേഞ്ച് ഫോർ ദ ബെറ്റർ.
സോ ഇതാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ മൊത്തം കഥ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇവിടെ ചെറിയൊരു റേഡിയോയിൽ ഇതിൻ്റെ കഥകൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദ ബ്ലൂ കിച്ചൺ. സോ അതേപോലെ ഇവിടെ ഉണ്ട് ബ്ലൂ കിച്ചണിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം കറങ്ങി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലും ഇതുപോലെ കുറച്ച് റൂമുകളുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റി. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർസ്. ഓ, ഈ സ്റ്റെയറിൻ്റെ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് നോക്കി എന്ത് രസമാണ്. അടിപൊളി വുഡുകളാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല അതിന് ചെയ്തിരിക്കുന്ന ഡിസൈനൊന്നും സോറി സോ അതേ കണ്ട ഇവിടെ ഉണ്ടായി ഫുള്ള് ഇതിൻ്റെ ഹാൻഡിലുമൊക്കെ ഫുൾ മരത്തിൻ്റെ ഭയങ്കര കാർവിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല, ബട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഫ്ലോറിൽ കയറാനുണ്ട. യെസ്, നമ്മളത് ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത റൂമാണ് ദ മോർണിംഗ് റൂം. സോ അതെ, ഇതാണ് ആ മോർണിംഗ് റൂം. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് റൂമുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്താ രസമല്ലേ. ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ അവർ ഗെയിം കളിച്ചിരുന്നുണ്ട്. ഇതെന്താ സംഭവം ഇത്? ഇത് ഗെയിം കളിച്ചിരുന്ന സാധനങ്ങളതൊക്കെ ഇതേ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ഗെയിം കളിച്ചത് അവർ. സോ ഇതാണ് മോർണിംഗ് റൂം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നല്ല ഇതേ നമ്മുടെ ലുഡോ, നമ്മൾ കളിക്കുന്ന ലുഡല്ലേ ഇത്. ഇതേ ലുഡൊക്കെ അവർ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവർ കളിച്ചിരുന്നതാണോ അത് വെറുതെ ഭംഗിക്ക് വെച്ചാണെന്നാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ ലുഡോ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് ഉണ്ട് കൂടെ. ഇതേ കണ്ട, സ്നേക്ക് ആൻഡ് ലാഡേഴ്സൊക്കെ അവർ കളിച്ചിരുന്നെന്നാണ് പറയണേ. അത്രയും പുരാതനമായ കളിയാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ. സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെയൊക്കെ നല്ല വ്യത്യാസമുള്ള ഡിസൈൻസ്. അതൊക്കെ പാമ്പുകളൊക്കെ വളഞ്ഞൊക്കെ പോണേ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ മോർണിംഗ് റൂം എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ റൂം, ഇഷ്ടംപോലെ സ്ഥലം, പിന്നെ കുറേ പെയിൻറ്റിങ്സൊക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത റൂമിൽ പോകാം. നമ്മുടെ അടുത്ത റൂം വിസ്റ്റേറിയ ബെഡ്റൂം. ഇത് ഇവിടെ താമസിച്ചിരുന്ന ഒരാളുടെ ബെഡ്റൂമാണ് കേട്ടോ. ഓക്കെ, എന്താ ബെഡ്റൂം കാണാൻ ഭംഗി. നല്ല അടിപൊളി ബെഡും, പിന്നെ അവിടെ ഒരു മേക്കപ്പ് ടേബിൾ ഉണ്ട്. ഇവിടെ ഒരു ചെയർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിമ്മിനി, ഒരു മിറർ, എന്താ രസല കാണാൻ. ഇവിടെ ഒരു ടേബിളുണ്ട്, വർക്കിംഗ് ടേബിളാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ? സോ അതെ, ഇതാണ് ബെഡ്റൂം. ഇതാണ് ഇവരുടെ വാഷ്റൂം ഉണ്ടായിരുന്നേ. ഇതേ കണ്ട, പണ്ടത്തെ അവരുടെ വാഷ്റൂം. എന്താ രസമല്ല കാണാൻ. അന്നും ദൈവം നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഏതാണ് അവരുടെ മറ്റേ വാഷ് ടബ് കണ്ട, ബാത്ത് ടബ് എന്ന് പറയില്ലേ. ബാത്ത് ടബല്ലല്ലോ ഇതിനെ പറയാ. എന്തോ പറയില്ല എന്നെ. സോ ദേ, ഇതാണ് അവരുടെ പണ്ടത്തെ വാഷ്റൂം. അവിടെ ദേ ഒരു കൊമോഡ് ഇരിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഓക്കെ അടിപൊളി ബാത്ത് ടബ്. പണ്ട് ദൈവം ഇതുപോലെ ഈ ബാത്ത് ടബിലൊക്കെ കിടന്നിട്ടാണ് കുളിച്ചിട്ടുണ്ടാവുക. കയറാൻ സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ഇവർക്ക് ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വേറൊരു ബെഡ്റൂം. ഓ മൈ ഗോഡ്, അടിപൊളി. ഈ ബെഡ്റൂം നോക്കിയേ, ഒരു രക്ഷയില്ല. ഇതവരെ പണ്ടത്തെ സ്യൂട്ട് കേസുകൾ, പിന്നെ അവരുടെ ഡ്രസ്സുകൾ, ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണു. ഈ ബെഡ്റൂം എനിക്ക് ഇഷ്ടമായി. അടിപൊളി ബെഡ്റൂം, ഒരു രക്ഷയില്ലാത്ത ബെഡ്റൂം ആട്ടത്. എന്താ രസം കാണാനായിട്ട്. ഇവിടെ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നോക്കിയേ ആ ബെഡ്, നോക്കിയേ അവിടുത്തെ ആ ബെഡ് നോക്കി കണ്ട. നല്ല അടിപൊളി ബെഡും അടിപൊളി റൂമും. ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം. ഇതാണ് അടുത്ത റൂം. ഇതാണ് ഇവരുടെ ഡ്രസ്സിങ് റൂമായിരുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടുണ്ട് ഹാങ്ങറിൽ. കണ്ട, ഇവിടെ അവരുടെ കുറച്ച് ഡ്രസ്സുകൾ. അപ്പോൾ ഇവിടെ നിന്നിട്ടായിരിക്കും അവർ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടാവുക പണ്ട് കാലത്ത്. ഇവിടെ ഇതേ നല്ലൊരു നൈസൊരു വ്യൂ ഒക്കെ കണ്ട്, അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറാൻ അടിപൊളിയായിരിക്കും. ഒരാളിവിടെ എന്തോ മുടിയൊക്കെ ചെയ്യുന്നുണ്ട്. സോ കണ്ട. അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് അവരിങ്ങനെ
പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ മുട്ടയ്ക്ക് കീരി ഡ്രസ്സൊക്കെ നോക്കി ഇങ്ങനെ സ്റ്റൈലൊക്കെ ഓക്കെ അല്ല എന്നൊക്കെ നോക്കി മറ്റേ രാജ്ഞിമാരും രാജാക്കന്മാരൊക്കെ ഇങ്ങനെ നിന്ന് അടിപൊളിയായി സൂപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സ്ഥലമാട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ അടുത്തൊരു റൂമിൽ കിടന്നിരിക്കുകയാണ്. അടുത്തൊരു റൂം കൂടെ. ഓ ഇതൊരു രക്ഷയില്ലാത്ത റൂമാണല്ലോ. അത് ഫുള്ളിങ്ങനെ വാൾ പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടോ കണ്ടാ കണ്ടാ. അത് മൊത്തം ഒരു ഷീറ്റാണ് അതിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം. എന്ത് രസം കാണാനല്ലേ. എന്തൊരു വലിപ്പം നോക്കി അതിൻ്റെ ഉണ്ടാ. നല്ല വലിപ്പമുണ്ട് ഇത്, ഒരു രക്ഷയില്ല. പിന്നെ ഇതേ ഇവിടെ ഇപ്പോൾ അത് മറ്റേ വുഡൻ ഫ്ലോറൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട് കണ്ടോ. എന്താ രസമല്ലേ വെച്ചേക്കണേ. ഒരു രക്ഷയില്ലാത്ത ആട്ടാ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് പെയിൻറ്റിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവിടെയൊക്കെ പെയിൻറ്റിങ് നോക്കിയതൊക്കെ മറ്റേ രാജാവിൻ്റെ പടയോട്ടം എന്നൊക്കെ പറയില്ലേ പണ്ട് കാലത്ത്, അതുപോലെ പുള്ളിക്കാരൻ്റെ കുതിരയിലൊക്കെ കയറി. ഇവിടെ നല്ല അടിപൊളി പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പെയിൻറ്റിങ്ങിനത് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. സോ ഇതായിരിക്കും ചിലപ്പോൾ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. അവരുടെ മനസ്സമ്മതം ഉണ്ട്. കൈ കൊടുക്കുന്നുണ്ട് അവർ. ഇതെന്തോ മറ്റേ ടിപ്പ് സുൽത്താൻ്റെ പടയോട്ടം പോലെ ഇവർ നല്ല വാർന്നു പോയിട്ടുള്ള സംഭവം കണ്ടോ. അവിടെ ആൾക്കാർ കുന്തൊക്കെ എടുത്ത് എറിയാൻ നിൽക്കുന്നുണ്ട്. ഇവനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അയാളെന്തോ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഫുൾ ഓട്ടാണ്, ഫുൾ കലബിലിരുന്നുണ്ട്. Wall hangings, they're not paintings, they're wall hangings, they're leather. Oh, okay. Okay, and they're all numbered from 1 to 6. Number 1 is behind you, Yeah. bottom left-hand corner. Yeah. And shows where the three generals Okay. who took over the rule of the Roman Empire Okay. after the death of Caesar in 40 BC. Oh. And the three generals are Octavius at the front with the beard, Mark Antony with the moustache, Okay. and Lepidus in the middle between them. You can just see the crown and his Yeah. And the three of them ruled the Roman Empire after the death of Caesar. Okay. They weren't friends, Yeah. but they fought each other. You know? Yeah. That's number 1. Number 2 is behind us. Yo, that one, right? And shows where Cleopatra comes over from Egypt because she was queen of Egypt. Okay. Comes over the Mediterranean in the Golden Galleon, which is at the right-hand side. This one, right? Yes. Yeah. That is the first time that Cleopatra meets Mark Antony. Okay. And they meet in Sicily, halfway across. Yeah. That's number 2, bottom left-hand corner you can see. Number 3 is behind us and shows that where one. Mark Antony bestows authority on Cleopatra to rule over the eastern part of the Roman Empire that he ruled. Okay. And those parts were Phoenicia, Judea, Cyprus, and that eastern part of the Roman Empire. Okay. That's number 3. Number 4 is in the corner over here. Yeah, this one, right? And shows where Mark Antony is being equipped for war. His slave is putting his helmet on. Can you see that? Yeah, on the left hand side. Because I say, although the three generals ruled the Roman Empire, they weren't friends. They fought each other. Oh, okay. And number 5, which is behind us, bottom right-hand corner, you can see number 5 shows the Battle of Alexandria, where Octavius is chasing Mark Antony and Cleopatra, and they Okay. are fleeing the battle. Yeah? Oh. They lose the battle and are taken prisoner, and they are imprisoned in a tower. In castle number 6 behind us, bottom left-hand corner you can see number 6. And the right-hand side shows where Mark Antony asks his slave to kill him because he's in prison, and his slave refuses to kill Mark Antony, and he kills himself, which is why he's on the ground. Oh. Mark Antony asks his second slave to kill him, and he also refuses, and Mark Antony falls on his sword and kills himself. Okay. Cleopatra is imprisoned in a tower not far away, and she hears of Mark Antony's death, and she smuggles in an asp in the basket of bread on the table there, and the asp bites her on the breast and kills her. Oh, Yeah? that's neat, right? Do you remember that? Yeah. That's Shakespeare. Cleopatra. Yeah. I don't know anything else about Shakespeare. It's good. It's good. Yeah, thank you. Yeah. പുള്ളിക്കാരൻ നല്ല അടിപൊളി കഥയൊക്കെ പറഞ്ഞു. ക്ലിയോപാട്രയും മാർക്ക് ആൻ്റണിയും ഒക്കെ റോമൻ എംപയർ പിടിച്ചടക്കിയതിൻ്റെ ഒക്കെ
അപ്പോൾ ഇതേ വേറൊരു ബെഡ്റൂം. ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത റൂമുകളാട്ടോ, ഒന്നും പറയാനില്ല. എന്താ രസം കാണാനല്ലേ ബെഡ്റൂമുകളൊക്കെ. നല്ല അടിപൊളി ഇതേ വോൾ ആർട്ട് വെച്ചിട്ടുണ്ട്, നല്ല വാൾപേപ്പർ വെച്ചിട്ടുള്ള ചുമരുകൾ, അടിപൊളി കട്ടിൽ, മറ്റേ സപ്പറമഞ്ച കട്ടിൽ എന്നൊക്കെ പറയുന്ന പോലെ സാധനം. കിങ് ചാൾസ് റൂം, കിങ് ചാൾസിൻ്റെ റൂമാണിത്. ഇത് കണ്ട, ഇതോടെ കിങ് ചാൾസ് ഇങ്ങനെ റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നുണ്ടാവും. അതൊക്കെ രണ്ടുപേരും നല്ല ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങണം. അപ്പോൾ അതൊക്കെ ഇറങ്ങിയാൽ മതി, സമയം എടുത്ത് ഇറങ്ങിയാൽ മതി. അതെ, അപ്പോൾ നമ്മളിത് വീണ്ടും സ്റ്റെയർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ദ ഓക്ക് സ്റ്റെയർ കേസ്. സോ ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഓക്ക് എന്ന് പറഞ്ഞ മരമല്ലേ, ഓക്ക് മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെയർ കേസാണിത്. അതിനാണ് അവരിത് ഓക്ക് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞത്. അതെ, ഇവിടെ എന്തൊക്കെയോ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് മാതാവും ഉണ്ണീശാണോ അതാന്ന് തോന്നുന്നുണ്ട്. പ്ലീസ് ടേക്ക് എക്സ്ട്രാ കെയർ ഓൺ ദ ഫൈനൽ 2 സ്റ്റെപ്സ് ഡൗൺ. കണ്ടോ, ഈ സ്റ്റെപ്പ് എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കാനാണ് അവർ പറയണത്. എന്താണാവോ, ചിലപ്പോൾ ഹൈറ്റ് കുറവുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കില്ലല്ലോ. അങ്ങനെ കുറച്ചും കൂടി നിഗൂഢപരമായ സ്ഥലത്തേക്ക് നമ്മളത് കാലിടത്ത് വെക്കാൻ പോവാണ്. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നു. യെസ്, സോ ഇവിടെ ഒരു നടപ്പാതി ഉണ്ട്. ഇതിവിടെയൊക്കെ പണ്ട് ഒരു ഓടി നടന്ന കാര്യങ്ങളൊക്കെ ഔട്ടാ, ഒന്നും പറയാനില്ല. എന്ത് രസമാണ് കാണാനായിട്ട്. ഫുള്ളിങ്ങനെ ചുമരുമ്പോൾ ഫുൾ ഫ്രെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതേ ഇവിടെ ഒരു കോർണർ, ഇതേ അവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ജസ്റ്റിസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ജസ്റ്റിസുമാർ ഇരുന്നുണ്ടോ, അതിൻ്റെ റൂമായിരിക്കും ചിലപ്പോൾ. കണ്ടോ, നല്ല അടിപൊളി റൂം, രക്ഷയില്ല. പിന്നെ അതേ ഇവിടെ വേറൊരു റൂമുണ്ട്, ആ റൂം എന്താ നോക്കട്ടെ. ഓ നൈസ്. ദേ ഇവിടെ നോക്കിയേ, അടിപൊളിയായിട്ട് നല്ലൊരു ഗാർഡൻ, ഓപ്പൺ ഗാർഡൻ. അതൊരു രക്ഷയില്ല കേട്ടോ ഈ ഗാർഡൻ. ഇത് കണ്ടോ, നല്ല രീതിക്ക് ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റേ രാജാക്കന്മാർ രാജ്ഞികളൊക്കെ ഇരുന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരുന്നുണ്ടാവും കേട്ടോ. എന്ത് രസമാണ് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. വരുന്നു ഇവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ബുക്കുകളാട്ടോ, ഇഷ്ടം പോലെ ബുക്കാണ്, ഫുള്ള് നിരത്തി വെച്ചേക്കുക. ഇത്രയും വലിയ ലൈബ്രറി ആയിരുന്നു ഇവരുടെ. എന്ത് രസമാണ്, ബഡാ ലൈബ്രറി. അടുത്ത റൂം, ഇതൊരുപാടുണ്ടല്ലോ ഈ റൂമുകൾ. അയ്യോ, ഇത് വരെ മറ്റേ, ഓ മൈ ഗാഡ്, എടാ ഇത് ഇവരുടെ മറ്റേ തോക്കൊക്കെ വെച്ചിരുന്നല്ലോട്ടാ. ഡബിൾ ബാരൽസ് കണ്ടാ, അടിപൊളി തോക്കുകൾ. ഇവരുടെ പണ്ട് കാലത്തെ പിസ്റ്റൾസ്, ഇതേ അതിൻ്റെ ഉണ്ട കണ്ടാ. ഓ മൈ ഗോഡ്, ഇതേ ഇവർ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഷോർട്ട് ഗൺ പോലത്തെ സാധനം കേട്ടത് കണ്ടാ. ലെഡ് ഷോട്ട് പിസ്റ്റൾസ്, ഇതേ അവിടെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഉണ്ട കണ്ട, ആ ഉണ്ട. പിന്നെ അപ്പുറത്തെ മിലിറ്ററി ഫ്ലിൻടോക്ക് പിസ്റ്റൾസ്, പിന്നെ പൗഡർ ഫ്ലാസ്ക്, പിന്നെ ഡെയിലി പൗഡർ രജിസ്റ്റർ യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഗൺ പൗഡർ. മറ്റേ ഒരു കുറ്റിയിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മരുന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിലിടാം. എൻ്റെ പൊന്നി, അവരുടെ കണ്ടുപയോഗിച്ചിട്ട് തോക്ക് ഇതേ അവിടെ അതിൻ്റെ ഉണ്ടകളിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഒറിജിനൽ ഉണ്ടകൾ കേട്ടോ, ഫുൾ ഒറിജിനലാണ്. അവർ അന്ന് കാലത്ത് യൂസ് ചെയ്ത സാധനങ്ങൾ. ഇതാണ് കേട്ടോ അവരുടെ ഈ പറഞ്ഞ ഗണ്ണുകളൊക്കെ, തോക്കുകളൊക്കെ എടുത്ത് വെച്ചിരുന്ന സ്ഥലം. ഇവിടെ എന്തൊക്കെയോ അതിൻ്റെ സാമ്പിളുകൾ വെച്ചിട്ടുണ്ട്, പണ്ടത്തെ തോക്കുകളിലൊക്കെ. ഇവിടെ നിന്നായിരുന്നു അവർ ഗണ്ണൊക്കെ എടുത്തിട്ട് പോയിട്ട് യുദ്ധത്തിന് പോയിരുന്നുണ്ടാവുക. ഉണ്ടാവുക ഫുള്ള് ഒരു രക്ഷയില്ല. നമ്മളതേ ഇവരുടെ പൂൾ ടേബിളിലേക്ക് എത്തി. സ്നൂക്കർ ടേബിളില്ലേ, അവരന്ന് കളിച്ചിരുന്ന സ്നൂക്കർ ടേബിളാണിത്. കണ്ടാ എന്ത് വലിപ്പാന്ന് നോക്കിയതിനെ കാണാൻ. അവിടെ ഒരു ചേച്ചി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. സോ ഇതാണ് പൂൾ ടേബിൾ. അടിപൊളിയില്ല, രക്ഷയില്ല, ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊട്ടാരം വെച്ചിട്ട് കഴിഞ്ഞു. കൊട്ടാരം അടിപൊളി കൊട്ടാരം, വലിയ കൊട്ടാരം, രക്ഷയില്ല. കുറേ റൂമുകളും കുറേ കാര്യങ്ങളായിട്ട് നല്ല അടിപൊളി സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ
യെസ്, അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അടിപൊളി നല്ലൊരു വിസിറ്റായിരുന്നു. ഒന്നും പറയാനില്ല. നല്ല എന്താ പറയുക, പണ്ട് അവർ ജീവിച്ചിരുന്ന സമയത്തൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളായാലും അവരുടെ റൂമുകളായാലും എല്ലാം അടിപൊളി തന്നെയായിരുന്നു. സൂപ്പർ. അപ്പോൾ അവിടെ നമ്മൾ കാസലൊക്കെ ഉണ്ട്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തുണ്ട്, ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ആ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കാസലൊക്കെ കണ്ടു കഴിഞ്ഞ്. കാസൽ അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി റൂമുകളായാലും അവരുടെ ആർക്കിടെക്ചർ ആയാലും എല്ലാ കാര്യങ്ങളും നല്ല രസമായിരുന്നു. നിങ്ങൾക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. പീസ് ഔട്ട്.